കലാരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഒട്ടനവധി കലാകാരന്മാരെ കലാകൈരളിക്ക് പരിചയപ്പെടുത്തിയ സിഗ്നേച്ചർ എന്ന പരിപാടി വീണ്ടും ആരംഭിക്കുകയാണ്. കലാ നഗരിയെന്ന്, സാഹിത്യ നഗരിയെന്ന് പട്ടം കിട്ടിയ കോഴിക്കോട് നഗരത്തിൽ ഒരുപാട് കലാകാരന്മാരെ കോഴിക്കോട് സംഭാവന ചെയ്തിട്ടുണ്ട്. മലയാള സിനിമാ രംഗത്തെ ബാബുരാജ്, കോഴിക്കോട് അബ്ദുൽ ഖാദർ, എസ്.എം. കോയ, എ.കെ. സുകുമാരൻ തുടങ്ങിയ ഒട്ടനവധി പ്രതിഭകളെ കോഴിക്കോട് പാട്ടുരംഗത്തും അതുപോലെ നടനരംഗത്ത് കുതിരോട്ടം പപ്പു, കുഞ്ഞാണ്ടിയേട്ടൻ, മാമുക്കോയ, നെല്ലിക്കോട് ഭാസ്കരൻ തുടങ്ങിയ നല്ല പ്രതിഭകളെ ചലച്ചിത്ര രംഗത്തിന് കോഴിക്കോട് സംഭാവന ചെയ്തിട്ടുണ്ട്. ഫുട്ബോൾ കളിയിലാണെങ്കിൽ ഒളിമ്പ്യൻ റഹ്മാൻ തുടങ്ങിയ, വിക്ടർ മഞ്ഞില തുടങ്ങിയ നല്ല ആളുകളെ ഫുട്ബോൾ കളിയിലും കോഴിക്കോട് സംഭാവന ചെയ്തിട്ടുണ്ട്. അങ്ങനെ MT-യുടെയും ബേപ്പൂർ സുൽത്താൻ്റെയും KT മുഹമ്മദിൻ്റെയും തട്ടകമായ കോഴിക്കോട് നഗരത്തിൽ നിന്ന് പുതിയ സംഗീത സംവിധാന രംഗത്ത് തൻ്റേതായ കയ്യൊപ്പ് ചാർത്തിക്കൊണ്ട് വന്ന തേജ് മെറവിനുമായാണ് ഇന്ന് ഞങ്ങൾ സംവദിക്കുന്നത്. തേജ് മെറവിന് സ്വാഗതം. നമസ്കാരം അപ്പക. തേജ് എത്ര വർഷമായി ഈ രംഗത്ത്? കറക്റ്റായിട്ട് 82-ലാണ് ഞാൻ SSC കഴിഞ്ഞത്. പിന്നെ കോളേജ് ജീവിതത്തിൽ തുടങ്ങുന്ന സമയത്ത് തന്നെ ഞാൻ പ്രൊഫഷണലായിട്ട് ഗിറ്റാർ വായിക്കാൻ തുടങ്ങി. 83-ൽ പ്രൊഫഷണലായിട്ട് ഓരോ ട്രൂപ്പിനും കൊണ്ട് അങ്ങനെ പഴയ ഒപ്പനയും പിന്നെ ഗാനമേളയും അങ്ങനെയൊക്കെ 83-ൽ തൊട്ട് ഉണ്ട്. കോഴിക്കോടായതുകൊണ്ട് കൂടുതൽ മാപ്പിളപ്പാട്ട് ഫീൽഡിലും മാപ്പിളപ്പാട്ടാണ് ഞാൻ തുടങ്ങിയത്. രണ്ടത്താണി അവസ്ഥ പ്രശസ്തനായ അയാളെ കൂടെ ഇരുന്ന് പണ്ട് പ്രോഗ്രാമിനൊക്കെ പോയി. പിന്നെ നമ്മളെ കാസർഗോഡുള്ള അസിസ്തായി പിന്നെ ഒരു ഉസ്താദില്ലേ കാസർഗോഡ്, അയാളുടെ കൂടെയൊക്കെയാണ് ഞാൻ പ്രോഗ്രാമിനായിട്ട് പോയത്. പിന്നെ കുറേ വർഷം അങ്ങനെ പോയി. പിന്നെ അന്ന് കോഴിക്കോട് ക്യാബറുള്ള സമയമാണ്. അങ്ങനെ ഞാൻ ക്യാബറൊക്കെ വായിച്ചിട്ടുണ്ട്. കോഴിക്കോടിലെ എല്ലാ ഹോട്ടലും, അന്ന് അറിയപ്പെടുന്ന എല്ലാ ഹോട്ടലും ഞാൻ വായിച്ചു. അങ്ങനെയാണ് ഞാൻ ആ ക്യാബറ ഫീൽഡിൽ നിന്ന് വായിക്കുമ്പോൾ സമയത്താണ് ഒരു മാരിയോ പിൻറ്റോ എന്ന് പറഞ്ഞൊരു ഗിറ്റാറിസ്റ്റ് ഉണ്ട്. ഞാൻ അങ്കിൾ എന്നാണ് വിളിക്കുക. പിൻറ്റോ അങ്കിള് എന്നെ ഇങ്ങനെ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ബാംഗ്ലൂരിൽ ഞാൻ TOT ടോക്ക് ഓഫ് ദി ടൗൺ എന്ന് പറഞ്ഞ ഹോട്ടല്, പിന്നെ നൈറ്റ് ക്വീൻ, അങ്ങനെ 5-6 ഹോട്ടല്. അപ്പോൾ ഈ കോളേജ് വിദ്യാഭ്യാസം അതുകൊണ്ട് തീർന്നു. 3 ദിവസം കോളേജ് പോയിട്ടുള്ളൂ. 3 ദിവസം. പിന്നെ പോകാൻ അപ്പതേ പൈസ കിട്ടാൻ തുടങ്ങി. അന്നൊക്കെ ക്യാബറൊക്കെ ഒരു ദിവസം നമുക്കന്ന് പേയ്മെൻറ്റ് 50 രൂപയുടെ കിട്ടുക. അന്നത്തെ 83-ലൊക്കെ ഇങ്ങനെ 50 രൂപ ആലോചിച്ച് നോക്കി. എനിക്ക് പാട്ട് എഴുതിയാന്ന് 10 രൂപ കിട്ടും. ബിരിയാണിക്ക് അന്ന് ആകെ 10 രൂപയുള്ള സമയമാണ്. ചിക്കൻ ബിരിയാണി 10, ബീഫ് ബിരിയാണിക്ക് 6. ആ സമയത്താണ് നമുക്ക് 50 രൂപ കിട്ടുന്നത്. അപ്പം എങ്ങനെ ചിലവാക്കിയാലും പൈസ ബാക്കിയുണ്ടാവും. അങ്ങനെയൊക്കെ സ്വരൂപിച്ച് വെച്ച് ബാംഗ്ലൂർ, എനിക്ക് വെസ്റ്റേൺ കുറച്ചൊരു മൂഡുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ബാംഗ്ലൂരിലേക്കൊക്കെ പോകുന്നത്. അങ്ങനെ അവിടെ അങ്ങനെ വായിച്ചിരിക്കുമ്പോഴാണ് ബാംഗ്ലൂരിലെ ഹോട്ടലിൽ വായിക്കുമ്പോഴാണ് നമ്മളെ ഷജിത് മാത്യു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അമേരിക്കയിലാണ്. അവൻ എല്ലാവരും ബാക്കിയുള്ളവരൊക്കെ മെൽബിൻ ആ ഗ്രൂപ്പുണ്ടായവരൊക്കെ അമേരിക്കയിലാണ്. ഡെന്നി അമേരിക്കയിലായിരുന്നു. ഡെന്നി കൂടെ വന്ന് തിരിച്ചു വന്നു. അങ്ങനെയാണ് അവൻ്റെ ഗ്രൂപ്പിൽ വെസ്റ്റേൺ ഗിറ്റാറിസ്റ്റായിട്ട് വന്ന്. പിന്നെ എനിക്ക് ദാസേട്ടൻ്റെ കൂടെ എത്തിപ്പെടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ 93-ല് 94 അതുവരെ ദാസേൻ്റെ കൂടെ എറണാകുളത്തുള്ള എറണാകുളം ടീമാണ്. 94-ലാണ് തോന്നുന്നു. 94-ല് ഞാൻ ദാസേട്ടൻ ഇങ്ങനെ എന്നെ വിളിക്കാൻ കാരണം വെച്ചാൽ ഞാൻ അന്ന് മദ്രാസ് പോയിരുന്നു. ആ മദ്രാസിൽ ഞാൻ രാജമണി സാറ്, ഔസേപ്പച്ചൻ, കണ്ണൂർ രാജമാഷ്, പിന്നെ രഘുവേട്ടൻ, പുതിയ രഘുവേട്ടൻ, അവരെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത്, ഗിറ്റാറിസ്റ്റായിട്ട് വർക്ക് ചെയ്ത്. അന്ന് വിദ്യാസാഗർ നമ്മളെ ഔസേപ്പച്ചൻ്റെ അസിസ്റ്റൻ്റ്. അന്ന് ഔസേപ്പച്ചൻ സാറിൻ്റെ വർക്ക് ഉണ്ടെങ്കിൽ വിദ്യാജിയാണ് നമുക്കൊക്കെ നൊട്ടേഷൻ എഴുതി തരിക. അപ്പോൾ ആ ഒരു ബന്ധം മുതൽ വിദ്യാജി ആയിട്ടുണ്ട്. പിന്നെ SP വെങ്കടേഷിനെ ഞാൻ വായിച്ചിട്ടുണ്ട്. അങ്ങനെ മലയാള സിനിമയിൽ നല്ല പാട്ടുകൾ ഇറങ്ങുന്ന സമയമാണ്. അതെ. പിന്നെ രവിയേട്ടൻ, അങ്ങനെ രവിയേട്ടൻ്റെ കുറേ വർക്കിന് സിനിമക്ക് ഞാൻ വായിച്ചിട്ടുണ്ട്. 6-ാം നമ്പറിനൊക്കെ ഞാൻ ഓർഗനൈസേഷൻ ചെയ്താണ് രവിയേട്ടൻ്റെ. അത് കോഴിക്കോട്. അത് ഞാനാണ് മ്യൂസിക് സ്റ്റുഡിയോ കൊണ്ടുവരുന്നത്. ഇവിടെ കോഴിക്കോട് നല്ല സ്റ്റുഡിയോ ഉണ്ട്. പിന്നെ അവസാനം ഷാജി ഗണേശൻ്റെ
ബൗസുള്ള സ്റ്റുഡിയോ എല്ലാവർക്കും ഇവിടെ തന്നെയാണ് ഷാജേട്ടൻ വെച്ചിരുന്നത്. 6-ാം തമ്പുരാന് മുന്നേ ഒരു പടത്തിന് ഞാൻ രാജാവണി സാറ് ആയിട്ട് അസിസ്റ്റ് ചെയ്തിരുന്ന സമയത്ത് രാജാവണി സാറിന് പെട്ടെന്ന് മദ്രാസ് പോകേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് പപ്പട്ടം പാടുന്ന ഒരു പോർഷൻ ഉണ്ട് ഒരു പടത്തിന്. ആ പടത്തിൽ ആ പോർഷൻ ഞാനാണ് ചെയ്തത്. അത് കണ്ടപ്പോഴാണ് രഞ്ജേട്ടൻ എന്നോട് പറഞ്ഞത് തേജ ഞാൻ അടുത്ത പടത്തിൽ ഒരു ചാൻസ് തരുന്നതാണ്. അങ്ങനെ മോഹൻലാലിന്റെ പടം ആയിരുന്നല്ലോ നീ ആദ്യം ചെയ്ത പാട്ടിന്റെ? അല്ല, അത് സുരേഷ് ഗോപിന്റെ പടം. എൻ്റെ പേര് പെട്ടെന്ന് എനിക്ക് തീർച്ചയായും പറഞ്ഞൊരു പാട്ട്. അല്ല, അത് ഉസ്താദ്. അതാണ് ഞാൻ പറഞ്ഞത്. ഉസ്താദിൽ വിദ്യാജി ആയിരുന്നു മ്യൂസിക്. 4 പാട്ട് വിദ്യാജി ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പാട്ട് ഇങ്ങനെ പണ്ട് നമ്മളെ എറണാകുളത്തിലുള്ള പാടുന്നൊരു പാട്ടാണ്, മറ്റേ തീർച്ചയായില്ല ജനം. അത് ശരിക്കും മാപ്പിള പാട്ടാണ്. ഞാനാണ് അത് ലാലേട്ടന് വേണ്ടിയിട്ട് ലാലേട്ടൻ്റെ സ്റ്റൈലിലൊക്കെ ആക്കിയത് ട്യൂണ്. അതാണ് എൻ്റെ സിനിമയിലെ ആദ്യത്തെ പാട്ട്, തീർച്ചയായില്ല ജനം. അങ്ങനെ എനിക്ക് സിബി സാറും രഞ്ജേട്ടനാണ് എനിക്ക് ചാൻസ് തന്നത്. ഷാജി കൈലാസും രഞ്ജേട്ടനാണ് എൻ്റെ പ്രൊഡ്യൂസേഴ്സ്. സിബി സാറാണ് എൻ്റെ ഡയറക്ടർ. വിദ്യാജിയാണ് മ്യൂസിക്. ബാക്കി 4 പാട്ടും ഈ പാട്ടിലൂടെയാണ് എൻ്റെ ആദ്യത്തെ അത് പാടാനുള്ള എനിക്ക് ഭാഗ്യം കിട്ടിയത്. എന്താ വെച്ചാൽ അത് എൻ്റെ ഫസ്റ്റ് പാട്ടിനെ പാടുന്ന ലാലേട്ടനാണ് എൻട്രി. അത് ഒരു വലിയ ഭാഗ്യമാണ്. അങ്ങനെയാണ് എൻ്റെ സിനിമ ഇൻഡസ്ട്രി. ആ സമയത്ത് തന്നെ ഞാൻ ഒരുപാട് പടങ്ങൾ 19 21 എനിക്ക് ഓർമ്മയില്ല, 21 പടം കൈതപ്പുറത്തിൻ്റെ എല്ലാ പാട്ടുകളും ഓർഗനൈസേഷൻ ചെയ്ത് ഞാനും പിന്നെ കൈതപ്പുറത്തിന് 5 വിശ്വട്ടൻ, ഞങ്ങൾ രണ്ടാളും മരിച്ചുപോയി. നമ്മൾ 2 പേരും കൂടിയാണ് ഓർഗനൈസേഷൻ ചെയ്തിരുന്നത്. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ഈ കലാരംഗത്തേക്കുള്ള വരവ്. അക്കൂട്ടത്തിൽ എൻ്റെ കൂടെയൊക്കെ കുറേ സഹകരിച്ചു എല്ലാ സമയത്തും. ധാരാളം കേസറ്റുകൾ ഇഷ്ടമായി. എത്രയോ നമ്മൾ മാപ്പിളപ്പാട്ട് ചെയ്തതിന്. പിന്നെ ഈ മില്ലേനിയം ഓഡിയൻസിൻ്റെ ഫസ്റ്റ് കാസറ്റ് ഞാനാണ് ചെയ്തത്. അത് തൊട്ടിട്ട് 2000 അത് തൊട്ടിട്ട് 200 കാസറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടാവും മില്ലേനിയത്തിന്. അതൊക്കെ ഹിറ്റുമായിരുന്നു. പിന്നെ നമ്മൾ ചെയ്ത എല്ലാ പാട്ടുകളും അതും ഹിറ്റുമായിരുന്നു. ഒരു ഹിറ്റുകളുടെ ഒരു അന്ന് നമുക്ക് ഒഴിവില്ലായിരുന്നു നമുക്ക്, അല്ലേ? രാവിലെ സ്റ്റുഡിയോയിൽ പോവും, ഗിറ്റാറൊക്കെ സ്റ്റുഡിയോ തന്നെ വെക്കുക, കഴിഞ്ഞ് വീട്ടിൽ പോകുന്നല്ലാണ്ട് പിറ്റേ ദിവസം വീണ്ടും വരും. നമ്മൾ കൂലിപ്പണിക്കൊക്കെ പോകുന്ന. അതെ, അന്ന് നമ്മൾ ഉണ്ടാക്കിയ ഹിറ്റാണല്ലോ ഡം ഡം ഡിഗാഡിയൊക്കെ. അതെ, നമ്മളെ പരപ്പനങ്ങാടി ആ കുട്ടിക്ക് ഭയങ്കര എൻട്രി ആയിരുന്നു. ആ കുട്ടിക്ക് ഭയങ്കര 2 കുട്ടികൾക്ക്. അതെ അതെ. പിന്നീട് സിനിമയിൽ ഇപ്പോഴും അന്നും ഇന്നും ഉറച്ചു നിൽക്കുന്നുണ്ട് നന്നായിട്ട്. സിനിമയിൽ പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വർക്കുകൾ ഞാനിപ്പോഴും ചെയ്തു. കഴിഞ്ഞല്ലോ 3 പടം ചെയ്തത്. ഇപ്പം അധികം OTP റിലീസ് പടങ്ങളാണ്. കഴിഞ്ഞ ഞാൻ ചെയ്ത് സ്റ്റേഷൻ 5, അപർണ IPS, പിന്നെ ബ്ലൂ വെയിൽ എന്ന് പറഞ്ഞൊരു പടം 3. ഇപ്പം ഞാനിപ്പോൾ ബിജു സി കണ്ണൻ്റെ ഒരു കാലവർഷക്കാറ്റ് എന്നുള്ളൊരു പടം ചെയ്ത്, പിന്നെ ഡോളർ രാജുവിൻ്റെ ലവ് ഫോർ സെയിൽ എന്നുള്ള ഒരു പടം. കലാജീവിതത്തിൽ ഇപ്പം ദാസേട്ടൻ്റെ കൂടെ പോയി എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു അനുഭവങ്ങൾ പറയും. ഒരു 17 കൊല്ലം ദാസനോട് ഞാൻ പോയി പല സ്ഥലത്തും. ലോകത്ത് ഒരുവിധം സ്ഥലങ്ങളൊക്കെ കാണാൻ ദാസന്റെ കൂടെ അതിനെ കൊണ്ട് പറ്റി. അത് മാത്രമല്ല, അതിലുള്ള നല്ല അനുഭവങ്ങളോ ചീത്ത അനുഭവങ്ങളോ ഉണ്ടോ ദാസന്റെ കൂടെ പോയിട്ട്? നല്ല അനുഭവങ്ങൾ തന്നെ ഉള്ളൂ കൂടുതലും. ദാസനോട് എന്ത് ഡൗട്ട് ചോദിച്ചാലും നേരിട്ട് ദാസനെ വിളിക്കാനുള്ളൊരു പവറുണ്ട്. കിട്ടാൻ തന്നെ വലിയൊരു ഭാഗ്യമല്ലേ. വേറെ ആരും വിളിച്ചാലും ഫോൺ എടുക്കൂലേ. അപ്പോൾ നമ്മളൊക്കെ വിളിച്ചാൽ എൻ്റെ ഫോണുണ്ട്, അപ്പോൾ എടുക്കും, കാര്യങ്ങൾ പറയും. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, നമ്മളൊരു പുതിയ പടങ്ങൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും രാഗങ്ങളെന്ന് സംശയം ഉണ്ടെങ്കിൽ ദാസറിനെ വിളിച്ച് ചോദിച്ചാൽ അത് വലിയ ഇഷ്ടമാണ് നമുക്ക്. ഇവരെ വിളിച്ച് ചോദിച്ചല്ലോ, ഞാൻ പറഞ്ഞു കൊടുത്തതാണെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് എനിക്കും വലിയൊരു അനുഭവമാണ്. അപ്പോൾ ദാസനോട് ഞാൻ കൂടെ ചോദിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പോഴും ഞാൻ ദാസനെ ഈ ക്രിസ്മസിന് കൂടി വിളിച്ചാണ്. ഫോൺ എടുക്കും. അമേരിക്ക സെറ്റിൽ ചെയ്തു. അമേരിക്ക സെറ്റിൽ ചെയ്ത മാതിരിയാണ്. ഇപ്പോൾ 3 കൊല്ലമായി മൂവര് വന്നിട്ട്. പാടുന്നില്ല. ഇപ്പോൾ പാടുന്നില്ല. എന്താണെന്ന് അറിയാം. എന്തായാലും ഇത്ര പ്രായമായില്ലേ. അതൊരു ശരിക്കും പറഞ്ഞാൽ തരംഗിടിക്ക് വർക്ക് ചെയ്തത് കൂടാതെ അത് നമ്മൾ കുറേ ചെയ്തു. തരംഗിടിക്ക് 2 വർക്ക് ചെയ്തു. നമ്മൾ 2 വർക്ക് ചെയ്തു. പിന്നെ അതിന് മുമ്പ് ഞാൻ കുറേ വർക്ക് ചെയ്തു. അതല്ലാതെ ദാസേട്ടനെ കൊണ്ട് സിനിമയെ പാടിച്ചോ? പിന്നെ ഇത്ര പാട്ട് പാടിച്ചു? ദാസേട്ടൻ എൻ്റെ ഒരു 5-8 പാട്ടുകൾ പാടിയിട്ടുണ്ട്. ദാസേട്ടനെ പാടിയതാണ് എൻ്റെ ഫസ്റ്റ് സായം സന്ധ്യയിൽ എന്നുള്ള ഒരു പാട്ടുണ്ട്. അത് ഉഗ്രൻ പാട്ടാണ്. മണീൻ്റെ കഥയിലെ രാജകുമാരൻ. നല്ല സിനിമയായിരുന്നു. അതിലെ സായം സന്ധ്യയിൽ തന്നെ ഒരു പാട്ടുണ്ട്. അത് ഭയങ്കര ഹിറ്റാണ്.
പിന്നെ ഹിറ്റ് കുറേ പാട്ടുകൾ ദാസേട്ടൻ പാടിയിട്ടുണ്ട് സിനിമയിൽ. പിന്നെ ഹിറ്റായത് താന്തോന്നിയിലെ ആകാശമറിയാതെ എന്നുള്ള ഒരു പാട്ടുണ്ട്. അത് ദാസേട്ടൻ, അത് നല്ല വരികളാ. ആകാശമറിയാതെ സൂര്യൻ ഉണരുന്നു അമ്മേ നിന്നെ കണി കാണുവാൻ. അതിൻ്റെ ആ വരി എഴുതാൻ കാരണം വെച്ചാൽ ഇപ്പുറത്ത് ഷാഹിദാണ് എൻ്റെ കാറ്റ് പറഞ്ഞ എഴുതി. അതിൽ കാറ്റ് പറഞ്ഞത് ഭയങ്കര ഹിറ്റാണല്ലോ. കാറ്റ് പറഞ്ഞ ഹിറ്റാ. ഉദയഭാനു ചേട്ടന് ലാസ്റ്റ് എത്രയോ കാലത്തിന് ശേഷം എനിക്കൊരു പാട്ട് കൊടുക്കാൻ പറ്റിയത് ആ വർക്കിലാണ്. അവസാനം പാടിയ പാട്ടും അതായിരിക്കും. അവസാനം പാടിയതാണ്. അത് വലിയൊരു ഭാഗ്യം കിട്ടി, ഇത്രയും വലിയൊരു പാട്ടുകാരനെ. അതെന്ന് വെച്ചാൽ ആ സിറ്റുവേഷൻ പറഞ്ഞപ്പോൾ തന്നെ, ഡയറക്ടറുടെ സിറ്റുവേഷൻ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അതിൻ്റെ തിരക്കഥാകൃത്ത് ഷാഹിദിൻ്റെ ഫ്രണ്ടാണ്. ഷാഹിദിനോട് ഞാൻ പറഞ്ഞു ഈ പാട്ട് നമുക്ക് ഉദയഭാനു ചേട്ടൻ. അപ്പോൾ ഉദയഭാനു ചേട്ടനൊക്കെ പാടുമോ? ഞാൻ പറഞ്ഞു തീർച്ചയായും പാടും. അങ്ങനെ ഭാനു ചേട്ടൻ്റെ വീട്ടിൽ പോയി. ടി എ ഷാഹിദ് മരിച്ചു. അതെ. അതുകൊണ്ട് ആ ഒരു പാട്ട് അങ്ങനെ പാടിക്കാനും ആ പാട്ട് ഭയങ്കര ഹിറ്റായി. അതിൻ്റെ അകത്ത് ഇത് അപ്പോൾ ആ പാട്ട് കാറ്റ് പറഞ്ഞതും കടൽ പറഞ്ഞതും പൊള്ളാണ് എന്നാണല്ലോ എഴുതിയത്. അപ്പോൾ ആ വരീനെക്കാണ്ട് മേലെ നിൽക്കണതാണ് മൂപ്പര് ആകാശമറിയാതെ ആക്കിയത്. ഗിരീശേട്ടൻ അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷെ എന്ത് ഒരാളെ മേലെ എഴുതണം എന്നുള്ളൊരു ഇതാണ്. ഷാഹിദ് ഷാഹിദ് ഇപ്പോഴൊന്നും എഴുതില്ല, പണ്ട് കോളേജ് പഠിക്കുമ്പോൾ എഴുതി വെച്ച കവിതയാണത്, പാട്ട്. അത് പിന്നെ ഞാൻ ട്യൂൺ ചെയ്ത് അങ്ങനെ ആയതാ. അത് സൂപ്പർ, നല്ല ഹിറ്റായ പാട്ട്. പിന്നെ കാറ്റ് പറഞ്ഞതും കടല് പറഞ്ഞതും കാലം പറഞ്ഞതും പൊള്ളാണ്. പൊള്ളല്ല പൊന്നെ നെഞ്ചകമാകെ പൊള്ളുന്നത് നോവാണ്. നല്ല നല്ല പാട്ടായിരുന്നു. നല്ല പാട്ട്, നല്ല വരിക. അപ്പോഴാണ് മൂപ്പര് ഇത് എഴുതി ആകാശമറിയാതെ സൂര്യനുണ്ടായിരുന്നു അമ്മയെ നിന്നെ കണി കാണുവാൻ. ഗിരീഷേട്ടൻ പുത്തഞ്ചേരി. പിന്നെ ആൽബംസ് ആണ് ഞാൻ പിന്നെ കൂടുതൽ ചെയ്തത്. ആൽബംസ് ഇന്നും പ്രണയം എന്ന് പറഞ്ഞ ആൽബംസിൽ ഏറ്റവും ഹിറ്റ് ലിസ്റ്റിൽ നിൽക്കുന്ന പാട്ടുകളാണ്. ഇഷ്ടം എനിക്കിഷ്ടം, അതിൻ്റെ പാട്ടാണ്. എനിക്കിഷ്ടം അല്ലേ, ശങ്കർമാധവൻ പാടി. അല്ല, അത് ആർക്ക് വേണ്ടിയാ ചെയ്ത്? അത് സത്യവാട്യസ്. സത്യത്തിൽ. പിന്നെ മഴക്കാലമല്ലേ ജോത്സ്ന വിധുപ്രഭു പാടിയത്. അങ്ങനെയൊക്കെ അങ്ങനത്തെ ഹിറ്റുകൾ. ഈ മഴക്കാലമല്ലേ ഒരു സ്റ്റോറി ഉണ്ട്, അത് ഞാനിപ്പോൾ എന്തായാലും പറയാം. നമ്മുടെ അതിൻ്റെ ലിറിക് റൈറ്റർ മൻസൂർ ആണ് എഴുതുന്നത്. അപ്പോൾ ട്യൂണ് ഞാൻ ആദ്യം ഉണ്ടാക്കി, എന്ന ട്യൂൺ ഉണ്ടാക്കി. അങ്ങനെ മൻസൂർ പറഞ്ഞ് ചേട്ടാ മഴേനെ പറ്റിയുള്ള പാട്ട് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ മഴേനെ പറ്റിയുള്ള പാട്ടാണ് കഴിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ അതാണ് ഇട്ട് എഴുതാൻ പോണത്. ഞാൻ പറഞ്ഞു അത് എഴുതിക്കോ. അപ്പോൾ ഈ ട്യൂണ് അതിന് റെഡിയാകുമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്നൊരു മഴപ്പാട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്, നീ എന്തായാലും വരി എഴുതി തന്നെ, എന്നിട്ട് ഞാൻ ബാക്കി ചെയ്യുന്നുള്ളത്. ആ രണ്ട് വരി മാത്രമേ ട്യൂൺ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ വരി എഴുതാൻ ബാത്റൂമിലാണ് പോവുക. ബാത്റൂമിൽ പോയിട്ട് എഴുതുക. ബാത്റൂം അപ്പോൾ പോയിട്ട് വന്ന് വരി കാണിക്കുന്നില്ല, അങ്ങനെ ബാക്കിൽ പിടിച്ചു. അപ്പോൾ ഞാൻ എന്തോട് വരി കണ്ടോളൂ, ഞാൻ നോക്കട്ടെ. അങ്ങനെ വരി തന്ന്. അപ്പോൾ ഞാൻ വായിച്ചു നോക്കി, മഴക്കാലമല്ലേ മഴയല്ലേ. ഞാൻ പറഞ്ഞു നല്ല ഉണ്ടല്ലോ. അടുത്ത വരി അതുവരെ പോയി. അതുണ്ടാകുന്ന പൂക്കാലമല്ലേ പൂക്കളല്ലേ. ഞാൻ പറഞ്ഞേ, അപ്പോൾ എനിക്ക് ദേഷ്യം പിടിച്ചു. പൂക്കാലത്ത് പൂക്കളല്ലേ, പിന്നെ വേറെ എന്താ ഞാൻ ചോദിച്ചോനോട്, ഇത് എന്തൊരു പൂക്കളല്ലേ. അപ്പോൾ പൂക്കാലത്ത് പൂക്കളെല്ലാം വേറെ ഒന്നുണ്ടാവാന്ന് മോഹമുണ്ട്. പിന്നെ പോയി രണ്ടിട്ട് വന്ന് മഞ്ഞുകാലമല്ലേ മഞ്ഞല്ലേ. അത് അപ്പോൾ എനിക്കൊരു തോന്നി, ഇതിനൊരു എന്താ പറയുക, ഒരു പ്രാസമുണ്ട്. മഴക്കാലമല്ലേ മഴയല്ലേ, പൂക്കാലമല്ലേ പൂക്കളല്ലേ, മഞ്ഞുകാലമല്ലേ മഞ്ഞല്ലേ. അപ്പോൾ അത്ര റെഡി. അപ്പോൾ അടുത്ത ട്യൂണ് പറയും. അപ്പോൾ അതുവരെ ഒരേ ട്യൂണാണ്. മഴക്കാലമല്ലേ മഴയല്ലേ, പൂക്കാലമല്ലേ പൂക്കളല്ലേ. അടുത്ത മഞ്ഞുകാലമല്ലേ മഞ്ഞല്ലേ, മഞ്ഞുകാലമല്ലേ മഞ്ഞല്ലേ. അതെ. അപ്പോൾ നമ്മൾ ഇതൊരു കൺക്ലൂഷൻ വേണ്ടേ. അതെന്താ കൺക്ലൂഷൻ എന്താണ് തേജേട്ടാ? എൻ്റെയും നിൻ്റെയും മനസ്സ്. അതിനാണ് പാട്ട്. അതാണ് അവൻ്റെ എൻ്റെയും നിൻ്റെയും മനസ്സ് മഴക്കാലമല്ലേ മഴയല്ലേ. അതാണ്, അങ്ങനെയാണ്, മാറ്റില്ല. അതാണ് ആ പാട്ട്. നല്ല ഭാവനയാണ്, ഭയങ്കര ഹിറ്റാണ് ആ പാട്ട്. പക്ഷെ നമുക്ക് എഴുതുമ്പോൾ ഒന്നും തോന്നൂല. അതെ, കവിന്റെ മനസ്സിലുള്ള. അതെ. അത് ട്യൂണായി വരുമ്പോഴാണ് അതിൻ്റെ ട്യൂണായിട്ട് വരുമ്പോൾ മാത്രമല്ല, ചില പാട്ടുകൾ ഇപ്പം നമ്മൾ കാളിദാസൻ മരിച്ചു എന്ന് കേട്ടാൽ വായിക്കുമ്പോൾ വായിക്കാനായിട്ടാണല്ലോ തോന്നുന്നത്. ട്യൂൺ ചെയ്ത് പാടി വെക്കുമ്പോഴാണല്ലോ അതിൻ്റെ ഭംഗി മനസ്സിലാകുന്നത്.
ആ ട്യൂണിൻ്റെ കൂടി കാളിദാസൻ മരിച്ചു എന്ന്. പക്ഷെ എപ്പോഴും സാഹിത്യത്തിനാണ് ഇമ്പോർട്ടൻസ്. അത് തന്നെയാണ്. പിന്നെ പണ്ടുള്ള പാട്ടുകൾ മുഴുവൻ എഴുതി ട്യൂൺ ചെയ്യില്ലായിരുന്നു. ആ, എഴുതി നീ ട്യൂൺ ചെയ്തില്ല ഇഷ്ടമായി. പക്ഷെ എഴുതി ട്യൂൺ ചെയ്യാൻ അതാണല്ലോ കാറ്റ് പറഞ്ഞത്. അത് അല്ലല്ലോ, എഴുതി ട്യൂൺ ചെയ്യാൻ നേരത്തെ സംഗീത സംവിധായകർക്ക് കഴിയുന്നില്ലല്ലോ. അത് കഴിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ട്യൂൺ ചെയ്യാത്തത് കൊണ്ടോ? ചിലവർക്ക് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുന്നത് കേൾക്കാം. ഞാൻ കഴിഞ്ഞ ആഴ്ച അതെന്താ വെച്ചാൽ ബാപ്പുക, ഒരു ചരണത്തിൽ എഴുതിയ വരികളായിരിക്കില്ല അടുത്ത ചരണത്തിൽ ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ മീറ്ററൊക്കെ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവും. അത് അങ്ങനെ ചെയ്ത മ്യൂസിക് ഡയറക്ടേഴ്സിൽ ഇന്ത്യ തന്നെ ഏറ്റവും വലിയ മ്യൂസിക് ഡയറക്ടറാണ് ബാബുക. ബാബുഖാൻ്റെ ഏതെങ്കിലും ഒരു പാട്ടുകൾ പല അനുവല് കഴിഞ്ഞിട്ട് ചരണം സെയിം ട്യൂൺ കണ്ടുണ്ടോ? എന്തുകൊണ്ടാ? അത് ഇതാണ് കാരണം. വരികൾ മാറുമ്പോൾ ആ താളത്തിനിടയ്ക്കായിരിക്കും അടുത്ത ട്യൂണും മൂവര്. ബാപ്പു അങ്ങനെ ചെയ്യുന്നത്. മറ്റുള്ള ചരണങ്ങൾ ചെയ്യാൻ മടിയുള്ളവരാണ് ഇത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. ബാപ്പുക്ക് എല്ലാ പാട്ടിനും അനുപല്ലവി കഴിഞ്ഞാൽ ചരണം വേറെ ട്യൂണാണ് ബാബുക്ക. അതുകൊണ്ട് അതിന് ഭംഗിയുണ്ട്. പക്ഷെ പിന്നെ ബാബുക്ക ഒക്കെ എഴുതി ട്യൂൺ ചെയ്താണ്. എഴുതി ട്യൂൺ. ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച യൂട്യൂബിൽ ഒരു സംഭവം ഇത് വായിച്ചു. ചെമ്മീനിലെ പടത്തിലെ പാട്ടിന് ആദ്യം സമീപിച്ചത് ONV ആയിരുന്നു. അപ്പോൾ ONVക്ക് പിന്നെ ബോംബെ പോയി നിൽക്കാൻ ലീവ് കിട്ടാത്തത് കൊണ്ട് വയലാറിലെത്തിയെന്ന്. വയലാറിൽ സലിൽദയാണ് ചെയ്യുന്നത്. സലിൽദ ട്യൂൺ ചെയ്തിട്ടാണ് പാട്ട് എഴുതുന്നത്. അപ്പോൾ ട്യൂൺ ചെയ്തിട്ട് എനിക്ക് പാട്ട് എഴുതാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് വയലാർ പോയി. അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ അങ്ങനെ കിട്ടും. അങ്ങനെ വയലാർ പോയതിന് ശേഷം പിന്നെ എല്ലാവരും കൂടി പിന്നെ നിർബന്ധിച്ചു. പിന്നെ അത്ര നല്ല ജീനിയസ് 966 വേറെ മലയാള സിനിമയിലില്ല. അങ്ങനെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ആ വയലാർ എഴുതിയതെന്നു. വയലാർ അന്ന് എഴുതിയിട്ടില്ലെങ്കിൽ ഈ മുത്തു പോലത്തെ പാട്ട് നമുക്ക് കിട്ടില്ലായിരുന്നു. ഞാൻ തേജിൻ്റെ കൂടി പാട്ട് എഴുതിയിട്ട് തേജ് മ്യൂസിക് ചെയ്തിട്ടുണ്ട്. ദാസേട്ടൻ്റെ പാട്ടുകൾ നമ്മൾ വർക്ക് അത് ചെയ്തിട്ടുണ്ട്. അതിൽ സൂപ്പർക്കാറെങ്കും കൂടി നല്ല ഹിറ്റ് പാട്ടാണ്. എനിക്ക് എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് പറയുമ്പോൾ ഞാൻ രണ്ടും എഴുതും. പക്ഷെ ബാപ്പുക്കൊക്കെ ട്യൂണിന് എഴുതാൻ ഭയങ്കര ബാക്കിയുള്ളവരെ നോക്കുകയാണെങ്കിൽ മീറ്റർ അപ്പം മീറ്റർ കറക്റ്റായിട്ട് എഴുതാനാണ് വലിയ ഗിരീഷ് അതിന് ഏറ്റവും വലിയ അതിൽ മിടുമിടുക്കെന്നാണ് കേട്ടത്. പിന്നെ പറയണ്ടോ, 5 മിനിറ്റ് കൊണ്ട് പാട്ടാ പോയി. പിന്നെ പക്ഷേ ഞാൻ മനസ്സിലാക്കി ചെറിയൊരു കഥ പറയും. എനിക്ക് തോന്നുന്നത് ഇന്നത്തെ തലമുറക്ക് കൂടിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. തേനരുവിയിലാണെന്ന് തോന്നുന്നു. നീ കാറ്റേ വാ, നീ വാ എന്നൊക്കെ പറഞ്ഞു. അത് മലയാളത്തിൽ നീ വാ എന്നുള്ള പ്രയോഗമില്ല. ട്യൂണിന് വേണ്ടി വരുമ്പോൾ നിവായി പോകുന്നു. അതേപോലെ തന്നെ പിന്നെ ഏറ്റവും സൂപ്പർ ഹിറ്റായ പാട്ടാണ് ലജ്ജാവതിയെ. ഈ ലജ്ജാവതിയെ എന്നുള്ള പ്രയോഗേ മലയാളത്തിൽ ഇല്ല എന്ന് എല്ലാവരും പറയുന്നത്. ലജ്ജാവതിയേ ഉള്ളൂ വരെ. ഞാൻ പിന്നെ തിരുമേനിനെ ഇത് പറയല്ലോ കേട്ടോ, ലജ്ജാവതി എന്നുള്ള മലയാളത്തിലുള്ളൂ എന്നാ. അപ്പോൾ ഈ ട്യൂണിന് വേണ്ടി ലജ്ജാവതിയെ ആക്കണം. പിന്നെ കവികൾക്ക് അങ്ങനെ അവകാശമുണ്ട്. കവികൾക്ക് ചില ഇല്ലാത്ത കിളികളുണ്ടാക്കാം, അകലക്ക് ഇകലെന്ന് പറയാ ഒക്കെ ഉണ്ടല്ലോ. പിന്നെ കുഞ്ഞുട്ടി മാസ്റ്റർ പറഞ്ഞു ഇകലെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഇതിൽ ലജ്ജാവതി എന്ന് പറയാം. പക്ഷെ മലയാളത്തിൽ ലജ്ജാവതിയേ ഉള്ളൂ. അപ്പോൾ ഈ ട്യൂണിൻ്റെ വെച്ച് എഴുതുമ്പോൾ ചില വാക്കുകൾ പരസ്പരം പിന്നെ ജീനിയസ് അല്ലാത്ത കവികൾ എഴുതുമ്പം വാക്കുകളും അർത്ഥങ്ങളും. പക്ഷേ നമ്മൾ വരിക്ക് അല്ല ട്യൂണിന് വരി വന്നാലും ചെറുങ്ങനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ നമ്മൾ കൂടെ തയ്യാറാണോ? രണ്ടു കൂട്ടരും അങ്ങോട്ടും. ഇപ്പം ഞാൻ മനസ്സിലാക്കിയതിൽ പല്ലവിയും അനുപല്ലവിയും ചരണവും തമ്മിൽ ഒരു ബന്ധമില്ലാത്ത എഴുത്തായി പോകുന്നുണ്ടോ സംശയമുണ്ട്. അതിപ്പോഴത്തെ ഒരു സ്റ്റൈൽ അങ്ങനെയാണ്, സിറ്റുവേഷനും അങ്ങനെയാണ്. പാട്ടില്ലല്ലോ ഇപ്പോൾ. പാട്ടില്ല. ചിലപ്പോൾ ഒരു പല്ലവി മാത്രം ഉണ്ടാവും, ചിലപ്പോൾ ഒരു അനുപല്ലവി രണ്ടുപേരും ഉണ്ടാവും. ഇപ്പം 3 വരി മതി, 3 മിനിറ്റ് മതി പാട്ട്. പണ്ടത്തെ 3 മിനിറ്റ് അവിടേക്ക് പോയി. 3.25 മിനിറ്റ് ആയിരുന്നല്ലോ പണ്ടത്തെ റിക്കാർഡ്. പക്ഷെ ആ 3.25 മിനിറ്റിൽ പലതും പറഞ്ഞിരുന്നു പണ്ടത്തെ ആളുകൾ. അതെ. പക്ഷെ അത് കാവ്യഭംഗി ഉണ്ടായിരുന്നു. കവികളായിരുന്നു പാട്ട് എഴുതി. അതെ. അതിലത്തിൽ നമുക്കൊരു അർത്ഥം. ഇപ്പോൾ നിലാവിൻ്റെ നീലഭസ്മം ഗിരീഷേട്ടൻ എഴുതുമ്പോൾ പറഞ്ഞു പണ്ടത്തെ പാട്ടുകളൊക്കെ ഓർക്കുന്ന വരി ഒരു വരിയാണ് ഞാനിപ്പോൾ അന്ന് മനസ്സിൽ ആലോചിച്ച് എഴുതിയത്. നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളെ എന്നാണ് ഇത്. അത് ആരാണ്? ചന്ദ്രൻ.
നിലാവിൻ്റെ നീലഭസ്മം കുറിയാണ് ചന്ദ്രനാണ്. ചന്ദ്രനാണ് കുറി. ആ അപ്പോൾ അതൊക്കെ പഴയ സാഹിത്യത്തിൻ്റെ ഒരു സ്റ്റൈല് ഗിരീഷേട്ടൻ തന്നെയാണ്. അല്ല, ഗിരീഷിന് പിന്നെ പിന്നെയും ഒക്കെ സൂപ്പർ സംഭവമല്ലേ. അങ്ങനെ അസൂയ തോന്നുന്നു അങ്ങനത്തെ ഇപ്പം. പിന്നെ കുമാരൻ തമ്പിനോട് എനിക്ക് അസൂയ തോന്നിയ ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം. യൂസഫ് അലിനോട് തോന്നിയത് അരിമുല്ലച്ചെടി വികൃതിക്കാറ്റിനെ അത്തർ വിൽക്കാൻ ഏൽപ്പിച്ചു. അങ്ങനത്തെ ആളുകൾ ഇന്ന് വരുന്നില്ല എന്നൊരു എനിക്കൊരു സംശയം തോന്നിപ്പോവുക. ഒന്നാമത് എന്താ പറയുക, ഇന്നത്തെ സിറ്റുവേഷൻ മാറി, പിന്നെ മേക്കിംഗ് സ്റ്റൈലും ഡിഫറെൻ്റ് ആയി. അതാണ്. അപ്പോൾ ഞാനൊക്കെ ഇന്നും ഇപ്പോൾ ഓരോ സിനിമകളും ഇതൊക്കെ ചെയ്യാൻ കാരണം നമ്മൾ ഓരോ ഇതിലേക്ക് അങ്ങോട്ട് പോവുക. അല്ലാണ്ട് നമ്മൾ പഴയ ന്യൂ ജനറേഷൻ എന്താണ് ചിന്തിക്കുന്നത് നമ്മൾ ചിന്തിക്കണം. അതന്നെ, അതെ അതെ, നമ്മളെ ഇതിനനുസരിച്ചിട്ട് നമ്മൾ മാറുക. അല്ലാണ്ട് നമുക്ക് ഇന്ന ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. അല്ല, അങ്ങനെ നോക്കിയിട്ട് നമ്മൾ നിൽക്കൂല ഇനി. ഇല്ല. പിന്നെ പ്രിഫറൻസിന് വേണ്ടിയിട്ട് ആ ഒരു സിനിമേൻ്റെ പാറ്റേണിലുള്ള 5-6 സിനിമകൾ കാണാനും അതിലെ പാട്ടുകൾ കേൾക്കുമ്പോഴൊക്കെ നമുക്ക് റെഫറൻസ് കിട്ടും. അങ്ങനെയാണ് ഞാൻ പൊതുവെ ചെയ്യാറ്. അതുകൊണ്ട് ഞാനിന്നും ഫീൽഡിൽ എനിക്ക് വർക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ ഇന്നിൻ്റെ സ്പന്ദനം മനസ്സിലാക്കുന്നുണ്ട് നമ്മൾ. അതെ. അതെങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് അറിയോ? ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം പറയാം. നമ്മൾ ഇതിൻ്റെ കൂടെ ഗാനമേള നടത്തുന്നുണ്ട്. അതെ, തീർച്ചയായും. അത് നമുക്ക് നല്ലൊരു അറിവ് തരുന്നുണ്ട്. അതെ. ഇന്നത്തെ തലമുറ എവിടെ നിൽക്കുന്നു. അതെ, ഇല്ലേ? അതെ. പക്ഷേ ഇന്നത്തെ തലമുറക്ക് പഴയ പാട്ടുകൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അല്ല, വളരെ പഴയ പാട്ടുകൾ ഉണ്ട്. അത് കേൾക്കുന്നില്ല. അതിൻ്റെ തെളിവാണല്ലോ ഇപ്പം ഈ ഫ്ലവേഴ്സിലൊക്കെ കംപ്ലീറ്റ് വരുന്നത്. 80കൾക്ക് ശേഷവും അതിൻ്റെ മുമ്പുള്ള പാട്ടുകളാണ് മൊത്തം എല്ലാ റിയാലിറ്റി ഷോ എടുത്ത് അവതരിപ്പിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും പഴയ പാട്ടിൻ്റെ കൂടെ തന്നെ പഴയ മ്യൂസിക് അല്ല അവർക്ക് കേൾക്കാൻ ഇഷ്ടം. BGM അവർക്ക് ഇന്നത്തെ തലമുറയുടെ BGM വരണം. അതാണ് അൺപ്ലഗ്ഡ് വേർഷൻ എന്നൊക്കെ പറയും. പാട്ട് ഇഷ്ടമാണ്, പക്ഷേ പഴയ മ്യൂസിക് ഇഷ്ടമല്ല. അതാണ് റീഅറേഞ്ച് ചെയ്തിട്ട് അൺപ്ലഗ്ഡ് വേർഷൻ ചെയ്യുന്നത്. അത് അങ്ങനെ വരുമ്പോൾ ചില പാട്ടുകൾ വരാതെ നല്ല രസമുണ്ട്, ചിലത് വളരെ മോശമായി പോകും, വളരെ മോശമുണ്ട്. അത് ഓരോ സ്റ്റൈലാണ്. ചിലത് നന്നായിട്ട് കയറി പിടിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ മില്ലേനിയത്തിൽ ഒരു വർക്ക് ചെയ്തല്ലോ, കാതോരത്തില്ലേ, അത് ഓർക്കസ്ട്ര മാറ്റി ചെയ്ത് സൂപ്പർ ഹിറ്റായി. അതിനേക്കാളും സൂപ്പർ ഹിറ്റായി. അത് പിന്നെ ഒരു ഇതാണ്. അങ്ങനെയുള്ള ചില പാട്ടുകൾ കയറി വരുന്നുണ്ട്. ബോബൻ, ചില പാട്ടുകൾ പിന്നെ മരിച്ചും പോകുന്നുണ്ട്. പുതിയ പുതുമ കൊണ്ടുവരുമ്പോൾ. ഇപ്പോൾ മന്ദാര ചെപ്പുണ്ടോ എന്നുള്ള പാട്ട് റീഅറേഞ്ച് ചെയ്താണ് തൈക്കുടം പിടിച്ച്. അങ്ങനെയാണ് ആ തൈക്കുടം പിടിച്ച് വന്നത്. ഇതിപ്പോൾ ഒരു ഇന്ത്യയിൽ തന്നെ നമ്പർ 1 ബാൻഡായി. അല്ല, ഇന്നത്തെ തലമുറ പിന്നെ ഈ പുതിയ ഓർക്കസ്ട്ര ആ തൈക്കുടം പിടിച്ചിട്ടാണ് എൻ്റെ മകൻ വായിക്കുന്നത്. മൂത്തവൻ എനിക്കറിയാം. അവന് കീബോർഡിസ്റ്റ്. അപ്പോൾ ഈ പുതിയ തലമുറ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്കുള്ള പാട്ടുകൾ നമ്മൾ കൊണ്ടുവരണം ഇനി നിൽക്കണമെങ്കിൽ. അതിൻ്റെ അങ്ങനത്തെ പുതിയ പാട്ടുകൾ ഇപ്പോൾ ഏതോ ഞാനിപ്പോൾ എങ്ങനെ വെച്ചാൽ എല്ലാ അയ്യപ്പ സീസണിലൊരു പാട്ട്, ക്രിസ്മസ് സീസണിലൊരു പാട്ട്, അങ്ങനെ ഓരോ പാട്ട് ചെയ്യുന്നുള്ളൂ. പണ്ടത്തെ മാതിരി കാസറ്റ് 10 പാട്ടില്ല. ഇപ്പോൾ ഞാൻ ലേറ്റസ്റ്റ് ഇപ്പോൾ സന്നിധാനം പാടിയ അയ്യപ്പ പാട്ടിൻ്റെ ഭയങ്കര ഹിറ്റാണ്. നമ്മുടെ പഴയ സന്നിധാനം. പാടി. പിന്നെ കഴിഞ്ഞ മാപ്പിള പാട്ട് സിത്താര പാടി, അതും അത് ഞാൻ കേട്ടു. പിന്നെ എനിക്ക് വെച്ചാൽ ഞാൻ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരുവിധ സിംഗേഴ്സിന് എനിക്ക് കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ശങ്കർ മദൻ, ഉദിത് നാരായൺ, സോണു നിഗം, പിന്നെ സുഖേന്ദർ സിംഗ്, പിന്നെ SPB, ദാസേട്ടൻ, കുറേ പറയും, SPB, ദാസേട്ടൻ, അവിടുന്ന് കൊണ്ടുവരുന്ന എല്ലാ സിംഗേഴ്സും, MG സുമാർ, സിത്താരൻ ആദ്യമായിട്ട് പാടിക്കുന്നത് നമ്മുടെ സജീൻ്റെ മില്ലിനത്തിൻ്റെ ഒരു വർക്കിനാണ്, ഓണത്തിൻ്റെ പാട്ടിന്. അങ്ങനെയാണ് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒരു കുട്ടിയുണ്ട്, ചേട്ടാ ഒന്ന് പാട്ട് കേട്ടോക്കണമെന്ന് ഇങ്ങനെ ഇതിൻ്റെ പ്രൊഡ്യൂസർ പറഞ്ഞത്, സജി. അങ്ങനെ എൻ്റെ വീട്ടിൽ വന്ന് ഇവള് പാടി തന്നിട്ട് അങ്ങനെയാണ് ആദ്യമായിട്ട് ഒരു സിത്താരനെ കാസറ്റ് പഠിക്കുന്നു. ഞാൻ ആദ്യം അതിൻ്റെ മുമ്പ് ഞാൻ 2 മാപ്പിളപ്പാട്ട് പഠിച്ചിരുന്നു. 5ാം ക്ലാസ് പഠിക്കുന്നത്, 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അത് ഇവിടുന്ന് നമ്മുടെ പല്ലവി സ്റ്റുഡിയോ അല്ലേ, അത് ഏഷ്യാനെറ്റിന് വേണ്ടിയിട്ടേ. അത് ചെറിയ കുട്ടിയാണ്. പക്ഷേ എനിക്കിപ്പോൾ അതിൽ സന്തോഷം എന്താന്ന് പറഞ്ഞാൽ അതിപ്പോഴും സിത്താര പറയുന്നുണ്ട്. അതെ, തീർച്ചയായും പറയുന്നുണ്ട്. പഴയ ആ കഥകൾ അവൾ പറയുന്ന കൂടെ നമ്മളൊക്കെ കയറി വരുന്നുണ്ട്. ചേച്ചി കയറി, ഞാൻ കയറി വരും. അതെ, തീർച്ചയായും പറയുന്നുണ്ട്. അപ്പോൾ സിത്താര എവിടെയാണ് നിൽക്കുന്നത്? അതെ, പകരക്കാരില്ലാത്തൊരു സിത്താര. അതേപോലെ ജോസ്നയാണ് എൻ്റെ മഴക്കാലമല്ലേ പാട്ട്. അത് പാട്ടെന്ന് വെച്ചാൽ
ഇവള് മറ്റേ സുഖമാണി നിലവ് പാടിയില്ലേ, അത് കേട്ടിട്ടാണ് ഞാൻ ആ പാട്ട്, ആ സമയത്താണ് മഴക്കാലമെല്ലാം ഇറക്കുന്നത്. ആ പാട്ട് കണ്ടിട്ടാണ് ഞാൻ ആ പാട്ട് പാടിയ ആ രണ്ടുപേരെ കൊണ്ട് തന്നെയാണ് എൻ്റെ മഴക്കാലമെല്ലാം പാടിയത്. വിധുപ്രതാപ്, ജ്യോത്സ്ന, അങ്ങനെയൊക്കെ എല്ലാ സിംഗേഴ്സും. പിന്നെ അഫ്സല് എത്രയോ വർക്കുകൾ അഫ്സലിനെ ഞാൻ കൊണ്ട് പാടിച്ചിട്ടുണ്ട്. അഫ്സൽ എൻ്റെ കൂടെ ഡ്രംസ് വായിച്ചിട്ടുണ്ട് പണ്ട്, ഡ്രമ്മറാണ് എറണാകുളത്ത്. അതെ, എറണാകുളത്ത്. പിന്നെ എപ്പോഴും ഓർമ്മ. അവനൊക്കെ നല്ല ഇത് കഴിവുള്ളവനാണ്, മാത്രമല്ല വലിയ സ്നേഹമാണ്, നമ്മളൊക്കെ ബഹുമാന. അതെ, അഫ്സല്, വിധുപ്രതാപ്, അങ്ങനെ സുദീപ്, അത് എല്ലാ സിംഗേഴ്സിനെ കൊണ്ടും പാടിക്കാനുള്ള ഒരു ഭാഗ്യം. ഇവരൊക്കെ എൻ്റെ കാസറ്റിലും പാടിയിട്ടുണ്ട്, സിനിമയിലും പാടിയിട്ടുണ്ട്. അതൊക്കെ ഒരു വലിയൊരു ഭാഗ്യമാണ്. ഇനിയിപ്പോൾ ന്യൂ ജനറേഷനിലെ പിള്ളേരാണ് ഇനിയിപ്പോൾ പാടാനുള്ളൂ. ന്യൂ അത് ജനറേഷൻ മാത്രമല്ല, ഇന്നത്തെ തലമുറക്ക് ആ ഭാഗ്യം കിട്ടുന്നുണ്ട്. പക്ഷെ അവർ തന്നെ പൈസ ചിലവാക്കി ചെയ്യുക. അതുണ്ട്. നമ്മളങ്ങനെയല്ല, നമ്മളവർ കൂട്ടിക്കൊണ്ടുപോയതാ അന്നത്തെ കാസറ്റ് കമ്പനിക്കാരും. അന്നത്തെ ഇന്നിപ്പോൾ എന്ന് വെച്ചാൽ കുറേ ആൾക്കാർക്ക് ഈ ഇൻഡസ്ട്രിയിലേക്ക് വരാൻ വേണ്ടി അവർ തന്നെ പൈസ മുടക്കി ചെയ്യണം. അതാണ് കൂടുതൽ. അതുകൊണ്ടാണ് നമ്മളങ്ങനെയല്ലോ. അതാണ് അവരുടെ ചെലവിന് പോയിട്ട്. അതെ, അതാണ് ഈ ഇൻഡസ്ട്രി തകരാൻ കാരണം. ഇപ്പോൾ ഉദാഹരണം, നമ്മൾ ചിത്രേച്ചിൻ്റെ വർക്കിന് പോയിട്ട് 2 ആഴ്ച താമസിച്ചിട്ടുണ്ട് അവിടെ. അതെ, നമ്മളെല്ലാ പരിപാടിയും ക്യാൻസൽ ചെയ്തിട്ട്. അതെ, തീർച്ചയായിട്ടും. ചിത്രേച്ചിൻ്റെ വോയിസ് മദ്രാസിൽ താമസിച്ച് ഓർമ്മല്ലേ? പിന്നെ അന്ന് ആ ഒരു ഭാഗ്യം കിട്ടിയവർ നമ്മൾ തന്നെയാണല്ലേ. ചിത്രേച്ചിനൊക്കെ പേര് പറയാൻ വേണം. ചിത്രേച്ചി, അതേമാതിരി ജാനകിയമ്മ, ഇവരെ കൂടെയൊക്കെ പാടിക്കാനും, ജാനകിയമ്മനെ പാടിക്കാനും കൂടെ വായിക്കാനൊക്കെ പറ്റും. സുശീലമ്മ, ഇവരോടൊക്കെ ഇന്ത്യയിലുള്ള എല്ലാ സിംഗേഴ്സും തന്നെ പറയാം. അത് ഈ രംഗത്തുള്ളവർ നമ്മളെ സമർപ്പണം കൊണ്ട് കിട്ടിയൊരു ഭാഗ്യം തന്നെയാണ്. അത് ഭാഗ്യം തന്നെ. ഉല്ലാസറിൻ്റെ കൂടെ വായിച്ചത് കൊണ്ട് അങ്ങനെ ഭാഗ്യം. അത് കണ്ടിട്ടാണ് ശങ്കർമാധവൻ വിളിക്കുന്നത്. ശങ്കർമാധവൻ വിളിക്കുന്നത് ശരിക്കും ഞാൻ മാതൃഭൂമിൻ്റെ ഒരു പ്രോഗ്രാമിന് ഞാൻ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എറണാകുളത്തുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ബ്രെത്ത്ലെസ് ശങ്കർ സാറ് പാടിയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് അന്ന് ആ സമയത്തെ ആ ബ്രെത്ത്ലെസ് പാട്ട് കേട്ടപ്പോൾ എനിക്ക് ഒരു പാട്ട് ശങ്കർ സാറിനെ കൊണ്ട് പാടിക്കണം വെച്ചിട്ട് ഞാൻ പ്രണയം എന്ന് പറഞ്ഞ ആൽബത്തിൽ എനിക്കിഷ്ടം ഉണ്ടല്ലോ, ഭയങ്കര ഹിറ്റ്, എത്ര കോടി വ്യൂസ് അതിന്. ആ പാട്ട് ഞാൻ ശങ്കർ സാറിനെ പാടി 10-30 കൊല്ലം മുന്നേ ബോംബെ പോയി പാടിച്ചപ്പോൾ മുപ്പത് ചോദിച്ചാൽ ഞാൻ അങ്ങനെ യേശുദാസിനോട് ഗിറ്റാറിസ്റ്റാന്ന് പറഞ്ഞു. ഗീവ് മി യുവർ കാർഡ് തന്നു. ഞാൻ കാർഡ് കൊടുത്തു. അങ്ങനെ മാതൃഭൂമിൻ്റെ പരിപാടിക്ക് ഞാൻ കണ്ടക്ട് ചെയ്യുമ്പോൾ എന്നോട് ഐ എം കമ്മിങ് ഫോർ മാതൃഭൂമി ഷോ, ആർ യു അവൈലബിൾ ഓൺ ഡേറ്റ്, ഏതൊരു ഡേറ്റ് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഐ എം ഓൾസോ തരുന്നത്. ഓ വാട്ട് ഫാന്റാസ്റ്റിക്. അപ്പോൾ ഞാൻ പാട്ട് അയച്ച് സെൻഡ് ചെയ്ത് തരാം, നീ ഓർക്കസ്ട്ര റെഡി ആക്കണം. റെഡി തന്നെ. അങ്ങനെ മൂപ്പര് ആ പാട്ടും അന്ന് അയാൾക്ക് ഈ പാട്ടുള്ളൂ പാടായി. പിന്നെ വേറെ 2-3 ഹിന്ദി പാട്ട്, വേറെ ആൾക്കാരെ പാട്ടുള്ളൂ. ശങ്കർ സാർ മ്യൂസിക് ഡയറക്ടർ ആയിട്ടില്ല. അങ്ങനെ അത് ഭയങ്കര ഇഷ്ടമായി മൂപ്പർക്ക്. അപ്പോൾ എന്നോട് പറഞ്ഞ് തേജ് നെക്സ്റ്റ് വീക്ക് ഐ ഗോട്ട് എ 1 പ്രോഗ്രാം ഇൻ സിംഗപ്പൂർ. ലണ്ടനിലും പോയില്ല നീ? എല്ലായിടത്തും പോയി. ക്യാൻ യു അറേഞ്ച് എന്ന് വെച്ച് ഞാൻ പറഞ്ഞാൽ ഡെഫിനറ്റ്ലി എന്ന് പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് പോണ് ശ്രീലങ്ക, ഇയാളുടെ അബ്രോഡ് പോകും. ഇയാളുടെ പരിപാടിക്ക് ആരെ? ശങ്കർ സാറിനെ അല്ല, പ്രഭാകരനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അന്നാണ് പ്രഭാകരനെ നേരിട്ട് മുന്നിൽ നിന്ന് കാണുന്നത്, ഇങ്ങനെ തൊട്ടടുത്ത്. ഇവിടെയൊക്കെ അങ്ങനെ പറഞ്ഞു കേട്ടില്ല, പുലി പ്രഭാകരൻ എന്നൊക്കെ പറഞ്ഞിട്ടില്ല. അവിടെ അയാൾ ഫുൾ ജോളിയിൽ എടുക്കുക, ഒരു പ്രശ്നമില്ല. മൂപ്പര് വന്ന് മൂപ്പര് 2-3 ബോഡി ഗാർഡ്സും ഉണ്ട്. അങ്ങനെ ആ പരിപാടി അങ്ങനെ അതോടുകൂടി പിന്നെ മൂപ്പർക്ക് കുറേ പടങ്ങൾ വരാതെ ദിൽജാത്ത ഹെ പടം വന്നില്ലേ, അങ്ങനെ അയില പാട്ടുകളും. അങ്ങനെ ശങ്കർ സാറിൻ്റെ കൂടെ ഒരു 10-20 കൊല്ലം അങ്ങനെ പോകാനുള്ളൊരു ഭാഗ്യം കിട്ടി. ഇപ്പോഴും വിളിക്കലുണ്ട് മൂപ്പര്. പിന്നെ ഞാനങ്ങനെ പോകാറില്ല. പഴയ പരിപാടി ഇല്ലാന്ന് തോന്നുന്നല്ലേ? തമിഴിലെ പാട്ടുകളൊക്കെ മൂപ്പര് പാടിയ ഹിറ്റാണല്ലോ. ഒന്ന് നാഷണൽ അവാർഡ് കിട്ടും ചെയ്തു സന്തന ചെണ്ടർല റഹ്മാൻ്റെ പാട്ടില്. പിന്നെ പുള്ളി ഇപ്പോൾ തമിഴ് പ്രോഗ്രാം എടുക്കുന്ന കുറവാണ്, ഹിന്ദിയാണ് കൂടുതൽ. അപ്പോൾ പിന്നെ ബോംബെ തന്നെ മൂപ്പര് കുറച്ച് സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവരാണ് പോണത്. ഞാൻ പോകാറില്ല, എന്നാലും വിളിക്കലും കോണ്ടാക്ട് ചെയ്യലൊക്കെ ഉണ്ട്. ആ ബന്ധം എപ്പോഴും ഉണ്ട്. പിന്നെ നിങ്ങളുടെ കലാജീവിതത്തിൽ ഭയങ്കര ദുഃഖകരമായ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ, ഇയാളെ പരിപാടി വഴി ദാസേട്ടൻ്റെ പരിപാടി കഴിഞ്ഞ് വരുമ്പോൾ. അതെന്തായിരുന്നു സംഭവം? അത് ദിനേശൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ വായിക്കുന്ന കീബോർഡ് പ്ലെയർ ട്രെയിനിൽ നിന്ന് മരിക്കുകയാണ് ഉണ്ടായത്. അത് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. ഇന്നത്തെ ഇത് ഈ ഫോണൊന്നും ഇല്ലല്ലോ അല്ലേ? മൊബൈൽ ഫോണൊന്നും ഇല്ലാത്ത കാലം. അപ്പം അന്ന് പറഞ്ഞാൽ ഈ ഉഗ്രം പ്ലെയർ അന്ന് അറ്റാക്ക് വന്നിട്ട്, അപ്പോൾ ഭാഗ്യത്തിന് തൊട്ടടുത്തൊരു നേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്ത്രീയാണ് ഇവൻ്റെ നെഞ്ഞത്ത് ഇടിക്കുകയൊക്കെ ചെയ്ത്. പക്ഷേ കോഴിക്കോട് ഞങ്ങൾ ചങ്ങല വലിച്ചിട്ട് വണ്ടി നിർത്തില്ല.
എലത്തൂരിൽ നിന്ന് വലിച്ച്. അപ്പോൾ അവർ പറഞ്ഞ വെച്ചാൽ അനുഭവപ്പെടുന്നത് ഇവിടുന്ന് വടകരന്നോ കൊയിലാണ്ടിൽ നിന്നാണ്. എനിക്ക് ഭയങ്കര വേദന എടുക്കുന്നുണ്ട്. ഒറ്റക്ക് തന്നെ ആള് അവിടുന്ന് ആ വേദന തന്നെ ആൾ പോയിന്ന്. നേഴ്സ് പറഞ്ഞ് വയൽ ഇതൊക്കെ ഊതി കൊടുത്ത് ബ്രീത്തൊക്കെ കൊടുത്ത് എന്നിട്ടും ആവുന്നില്ല. പമ്പ് ചെയ്ത് ആ നേഴ്സായിട്ട് അല്ലെ നമുക്കതൊന്നും അറിയില്ലല്ലോ. അങ്ങനെ അവരുടെ അടുത്ത് ഓടി PVS ഹോസ്പിറ്റലിലേക്ക് ഓടി. അവിടെ പറഞ്ഞ് മരിച്ചിട്ട് 5 മിനിറ്റ് ആയിരുന്നു. അതൊരു അനുഭവം ഉണ്ടായിരുന്നു. അതാണ്. പിന്നെ ദാസറിനെ അറിഞ്ഞ് നമ്മളെ കൂടെയുള്ളൊരു വ്യക്തിയല്ലേ, എന്ത് പറയാനാണ്, അങ്ങനെ അവൻ മരിച്ചുപോയി. അവന് വേണ്ടി ഒരു പ്രോഗ്രാം നടത്തണം എന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞില്ല. ദാസേട്ടൻ വരാന്നൊക്കെ പറഞ്ഞു. കല്യാണം കഴിഞ്ഞില്ല, അതുകൊണ്ട് പിന്നെ ഒരു ബാധ്യതകളൊന്നും ഉണ്ടായില്ല. അത് വല്ലാത്തൊരു ദുഃഖപരമായ ഒരു സംഭവമാണ് അല്ലേ ഈ സംഗീത രംഗത്ത് നിൽക്കുന്ന സമയത്ത്. ഇതുപോലുള്ള അനുഭവങ്ങളോ നല്ല ഓർമ്മകളോ പ്രേക്ഷകരോട് പറയാനുണ്ടോ നമുക്ക്? ഞാൻ ഗിറ്റാറിസ്റ്റാണല്ലോ ബാപ്പുക്ക് ആദ്യം ദാസറിൻ്റെ കൂടെ ഗിറ്റാറിസ്റ്റ്. പിന്നെ മദ്രാസിൽ ഞാൻ രാജാമൺ സാറുടെ ഔസേപ്പച്ചൻ വിദ്യാസാർ ഇവരൊക്കെ ആൾക്കാരെ കൂടെ കൂടിയപ്പോഴാണ് അങ്ങനെ ഓർക്കസ്ട്ര കണ്ടിട്ടേ തുടങ്ങി. ആ സമയത്താണ് ഞാൻ ഇവിടെ വന്നതിന് ഇടയ്ക്ക് വർക്ക് ചെയ്തിട്ട് പോലൊക്കെ. പിന്നെ ഞാൻ ഇവിടേക്ക് വരുന്നത് 94 ദാസേട്ടൻ്റെ പരിപാടി തുടങ്ങിയ സമയത്ത്. ആ സമയത്താണ് നമ്മൾ ബാപ്പുക്ക് നമ്മളെ കയ്യിൽ മാപ്പിളപ്പാട്ട് കാസറ്റുകൾ. മാപ്പിളപ്പാട്ടിൻ്റെ കാലം നല്ലൊരു സുവർണ്ണ കാലമായിരുന്നു. അയ്യോ പറയാനുണ്ടോ, എത്ര പേർക്ക് ജോയേട്ടൻ മരിച്ച ഗിറ്റാർ ജോയേട്ടനാണ് അന്ന് കൂടെ വർക്ക് ചെയ്യുക. പിന്നെ ഞാനും ചെയ്യലുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്ന കുറച്ച് വെറൈറ്റി അതിനെ കൊണ്ടാണ് നമ്മൾ ബാപ്പുവിനെ നമ്മൾ പിന്നെ മേഘന സൗണ്ട് വലിയ വലിയ കമ്പനിക്കൊക്കെ വലിയ കമ്പനികൾക്ക് നമ്മൾ എല്ലാം വലിയ ദാസേട്ടനെ ഇതുണ്ട്, ചിത്രക്ക് ചെയ്യുന്നത്. അങ്ങനെ ഒരു വെറൈറ്റി നമ്മൾ ചെയ്ത ഒക്കെ ഇറ്റായിരുന്നു. മില്ലിനത്തിന് വേണ്ടി ഇഷ്ടമാതിരി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ കാസറ്റ് ഇൻട്രസ്റ്റ് നിന്ന് അങ്ങനെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സിനിമ ചെയ്യാനുള്ള ഇത്. കുറേ സിനിമയ്ക്ക് ഞാൻ അസിസ്റ്റ് ചെയ്തിട്ടില്ല. കൈതപ്രത്തിൻ്റെ 10-20 പടം, ദേശാടനം തൊട്ട് കളിയാട്ടം വരെ. കളിയാട്ടം കഴിഞ്ഞിട്ട് വേറൊരു പടമുണ്ട്. അങ്ങനെ ഒരു 20-22 പടം ഓർക്കസ്ട്രേഷൻ ചെയ്തു. അങ്ങനെയാണ് ഞാൻ പറഞ്ഞല്ലോ ഉസ്താദിൽ എനിക്ക് ചാൻസ് കിട്ടി. പിന്നെ അങ്ങനെ കുറേ പടങ്ങൾ 35 പടം ഇപ്പോൾ ഞാൻ ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ അടുത്ത് ഇനി ഏതെങ്കിലും പുതിയ ഇനിയിപ്പോൾ ലവ് ഫോർ സെയിൽ എന്ന് പറഞ്ഞിട്ട് അമേരിക്കയിലെ ഡോളർ എന്നുള്ള പടമല്ലേ, അതിൻ്റെ ഡയറക്ടർ ചെയ്ത പടം ലവ് ഫോർ സെയിൽ സ്നേഹം വിൽപ്പനക്ക് അല്ലേ. അതാണ് ഇപ്പോൾ പുതിയ ചെയ്തത്. പിന്നെ ബിജൂസി കണ്ണല്ലേ, നമ്മളെ പനോരമ അവാർഡ് കിട്ടിയ ഡയറക്ടർ ബിജൂസി കണ്ണൻ്റെ കാലവർഷക്കാറ്റ് എന്ന് പറഞ്ഞിട്ട് പുതിയ പടം ഞാൻ അതും ചെയ്തിട്ടുണ്ട്. അതിലൊരു പാട്ടുണ്ട് വിധുപ്രതാപ് പാടിയത്. അത്ര അങ്ങനെയൊക്കെ പോണ്. ഇതാണ് വിശേഷം. എനിക്ക് 2 മക്കളാണ്. മൂത്താള് തൈക്കുളം പിടിച്ചിൽ, അവൻ കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായി. രണ്ടാമത്തെ മകൻ ബാംഗ്ലൂർ വൃദ്ധം എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ട്യൂട്ടറാണ്. പിന്നെ അതുകൂടാണ്ട് കുറേ ബാൻഡിൽ 5-6 ബാൻഡിൽ വായിക്കുന്നുണ്ട്. പക്ഷെ അവൻ്റെ ഇപ്പോഴത്തെ ഒരു മെറ്റഡോറിയ എന്ന് പറഞ്ഞിട്ടൊരു ബാൻഡ് ഉണ്ട് വയനാട്ടിൽ. അത് ഭയങ്കര ഹിറ്റാണ് അവരുടെ പാട്ട്, മെറ്റഡോറിയ. അവരെ കൂടെയാണ് ഇപ്പോൾ പ്രോഗ്രാം പോകുന്നത്. ഇന്നത്തെ പുതിയ യുഗം എങ്ങനെ എൻജോയ് ചെയ്യുന്നു? എനിക്ക് പുതിയ ആൾക്കാരെ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നല്ല അറേഞ്ച്മെൻറ്റ്സ് ഇതൊക്കെയാണ്. അത് ചില പാട്ടാണ് നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ പഴയ പാട്ടിലെ ബാവക്കൻ്റെ പാട്ടും വരെ പാട്ടൊക്കെ കേട്ടിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ചിലതെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സിറ്റുവേഷന് കണക്കായിട്ട് ഉണ്ടാക്കുന്ന പാട്ടാണ്. ഇന്നത്തെ തലമുറ ഞാൻ കുറ്റം പറയുന്നില്ല, അത് സിറ്റുവേഷന് വേണ്ടി ഉണ്ടാക്കിയ പാട്ടായിരിക്കും. പക്ഷേ ഒരു വെറൈറ്റി ഉണ്ട്. എപ്പോഴും എന്തിനും ഒരു പുതുമ ഉണ്ടല്ലോ, ആ പുതുമ ഉണ്ട് എന്ന് മാത്രമേ എനിക്ക് കുഴപ്പമില്ല. പിന്നെ അതിൽ കുറഞ്ഞു പോയ കാര്യം അത് ബാപ്പക്ക് നേരത്തെ പറഞ്ഞതാണ്, സാഹിത്യത്തിന് തീരെ ഇമ്പോർട്ടൻസ് ഇല്ലാതെയായി. പിന്നെ വേറെ ഒരു കാര്യം കൂടെ ഞാൻ തോന്നുന്നത്, പഴയ ആളുകളുടെ സമർപ്പണ ബുദ്ധി, വെറും വിരലും പിന്നെ എത്ര ആൾ കണ്ടു എന്നുള്ള ഇത് മാത്രം വ്യൂവേഴ്സ് മാത്രം നോക്കി വർക്ക് ചെയ്യുന്നു എന്നൊരു സംശയം തോന്നുന്നുണ്ടോ? അതുകൊണ്ട് ഇല്ലേ? അതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ചിലവരുടെ പാട്ട്, ഇപ്പോൾ എന്നെ മ്യൂസിക് ഡയറക്ടർ ചെയ്ത പാട്ട് ഒരു വ്യൂവേഴ്സ് ലിസ്റ്റ് എടുത്ത് നോക്കും. ഇപ്പോൾ നമ്മൾ IPRS-ലുള്ള പറ്റി അതിന് എത്ര ആൾക്കാർ വ്യൂവേഴ്സ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അയാൾ അടുത്ത ചെയ്താൽ അത്ര കണ്ടോളുന്നില്ല. ആ പാട്ടിൻ്റെ ഭംഗീനെ കൊണ്ടാണ് വരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊക്കെയാണ്. വ്യൂവേഴ്സ് ലിസ്റ്റ് നോക്കൂ, പ്രൊഡ്യൂസറെ നോക്കൂ. എങ്ങനെ ഇപ്പോൾ എനിക്ക് പറ്റാതായിരുന്നത് ഇപ്പം ഞാനും അതിന് ഉൾക്കൊണ്ടു. എൻ്റെ പാട്ടിറങ്ങിയാൽ നിങ്ങളൊന്ന് കേട്ട് തരണമെന്ന് പറയേണ്ട ഒരു രീതിയിലേക്ക് സംഗതി പോയോ എന്നൊരു സംശയം.
ഒന്നാമത് എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ആർക്കും സമയമില്ല. ഒന്നാമത് ബിസി ലൈഫാണ് ഓരോരുത്തർ. പണ്ടത്തെ മാതിരി പാട്ടൊക്കെ കേൾക്കുക എന്ന് പറഞ്ഞാലൊക്കെ കാറിൽ പോകുന്ന സമയത്തൊക്കെ കേൾക്കും പാട്ട്. പണ്ട് നമ്മൾ ഇരുന്ന് കേൾക്കുന്ന പാട്ടിന് നമ്മളൊരു കാലഘട്ടത്തിൽ ടേപ്പ് റെക്കോർഡ് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ടേപ്പ് റെക്കോർഡൊന്നും ആരെ വീട്ടിലില്ല. അപ്പം ഞാനെന്താ ചെയ്യാറ്, നമ്മളെ ഗാന്ധി പാർക്കില്ലേ, 3 ഗേറ്റിൻ്റെ ഗാന്ധി പാർക്കിൽ അവിടെ റെക്കോർഡ് ഉണ്ടല്ലോ, വാച്ച്മാൻ വെക്കുമല്ലോ, മറ്റേ ഓണം ഉണ്ടല്ലോ. അപ്പോൾ അവിടെ നിന്ന് മൂപ്പർക്ക് 50 പൈസ കൊടുത്തിട്ട് ഒന്ന് നിങ്ങൾ ആ പാട്ട് 2 പ്രാവശ്യം വെച്ച് തന്നെ ഒരു 3 പ്രാവശ്യം കേൾക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ കയറും. അത് പിന്നെ ഗിറ്റാർ എടുത്ത് വായിക്കുമ്പോൾ ആ ഗിറ്റാറിലും വരും. അങ്ങനെയാണ് പാട്ട് നമ്മൾ പഠിച്ചത്. പിന്നെ ആദ്യമായി ടേപ്പ് റെക്കോർഡ് ഞാൻ കണ്ടത് പോക്കറ്റിൽ മുഴുവൻ പാട്ടാ. അതാണ് ആദ്യമായി ടേപ്പ് റെക്കോർഡർ ആദ്യം കണ്ടത് അട്ടൻ സോർഗസിലാണ്. അട്ടൻ സോർഗസിലാണ് ടേപ്പ് റെക്കോർഡ് ഉണ്ടായത്. ആര്യേട്ടനും പപ്പണ്ണ വയ്ക്കുന്നത് അത് പഴയ ടേപ്പ് റെക്കോർഡ് ഓർമ്മയില്ല, എങ്ങനെ ഞെക്കണേ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. മദ്രാസ് ഒരു വലിയ സ്റ്റുഡിയോ ഉണ്ട്, റഹ്മാനൊക്കെ മിക്സ് ചെയ്യുന്ന സ്റ്റുഡിയോ. ആ സ്റ്റുഡിയോയിലൊക്കെ ഈ ടേപ്പ് റെക്കോർഡ് ഇപ്പോഴും ഉണ്ട്. അവർ ഓരോന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിലും കേൾക്കും എങ്ങനെയാണ് എൻ്റെ റെഫറൻസ്, എങ്ങനെയാണ് എൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്നൊക്കെ നോക്കും. അപ്പോൾ അതിന് ഇപ്പോഴും വാല്യൂ ഉണ്ട്. അതേമാതിരിയാണ് പഴയ സംഗീതത്തിന്. പഴയ സ്പൂളൊക്കെ വീണ്ടും തിരിച്ചു വരുന്നുണ്ട്. അതെ, ബോംബെയിലുണ്ട് 1 ഇഞ്ച് സ്പൂൾ ഇപ്പോഴും പാർക്കിൽ പോയി കിട്ടുമെന്ന് പറഞ്ഞു. ഞാനന്ന് എൻ്റെ ദേവരിക്കോളിൽ എനിക്കറിയാം, നിങ്ങൾ പണ്ട് റെക്കോർഡ് അത് വേറെ പോയി. അതല്ലാതെ ദേവരിക്കോളിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു. അവിടുന്ന് വിവിധ ഭാരതിയിലും കോഴിക്കോടിലും റേഡിയോ വെക്കും പുറത്തേക്ക്. അവിടെ പോയി ഇങ്ങനെ നിൽക്കും, രാവിലെ തൊട്ട് ഉച്ച വരെയൊക്കെ നിൽക്കും. ഇത് എപ്പോഴാണ് വരികയെന്ന് അറിയില്ലല്ലോ. ഒന്നും കഴിക്കാതെയാ നിൽക്കുന്നത്, കഴിക്കാൻ പൈസ ഇല്ല. അന്ന് അച്ചാച്ച റേഡിയോന്റെ പഴയത് തിരിക്കും, ആ ടൂണേ സിലോണും കിലോണും അങ്ങനെ കിട്ടുള്ളൂ. അത് അപ്പോൾ പിന്നെ പാർക്കിൽ ആളുകൾ പിന്നെ 50 പൈസ കൊടുത്താൽ അയാൾ വെച്ചുതരും. ഇത് ഇന്നത്തെ ജനങ്ങളോടും ഈ തലമുറ പറഞ്ഞാൽ, അപ്പോൾ ഇന്നത്തെ തലമുറയോടും ഇന്നത്തെ വളർന്നു വരുന്ന ആരോടും ഒരു മ്യൂസിക് ഡയറക്ടർ എന്നുള്ള തേജിന് പറയാനുണ്ടോ എന്ന് പറയൂ, നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യാം. നല്ല പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ പാട്ട് ഉണ്ടാക്കുക, സാഹിത്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. സാഹിത്യവും സംഗീതം കൊണ്ട് ലയിച്ചുണ്ടാവുന്നതാണ് നല്ലൊരു പാട്ട്. അതെന്നും പുതിയ തലമുറ ഉള്ള ആൾക്കാർ ഉണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.